കാര്യങ്ങളുടെ പോക്ക് കണ്ടിട്ട് അങ്ങനെയാണോന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ അവര് ചേച്ചി സ്വീകരിക്കാത്ത? അച്ഛനോടും അമ്മയോടും വന്ന് സംസാരിക്കാത്ത എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ കൂടെ കൊണ്ടുപോയി നിർത്താത്തെ? എന്തെങ്കിലും കാര്യം ഉണ്ടാവും. പക്ഷെ മോളെ, നമുക്ക് ഈ തോന്നിയത് സത്യമാണെങ്കിൽ, ഗായിക ശ്യാമയുടെ മകളാണ് രാധികയെങ്കിൽ നിനക്കൊന്ന് കൈനീട്ടി തൊടാൻ പോലും പറ്റാത്ത ഉയരത്തിലായിരിക്കും അവള്. എനിക്ക് മനസ്സിലായി മുത്തശ്ശി. ശ്യാമ ഇനിയും ചേച്ചിയെ സഹായിച്ചുകൊണ്ടിരുന്ന ഒരു പക്ഷേ 1-2 വർഷങ്ങൾക്കുള്ളിൽ ഗായിക ശ്യാമയ്ക്ക് മുകളിലാവും ചേച്ചിയുടെ സ്ഥാനം. അപ്പൊ പിന്നെ ഇന്ന് എന്റെ കൂടെ നിൽക്കുന്നവര് പോലും ചേച്ചി സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. എടി, നമ്മുടെ തലയ്ക്ക് മീതെ വളർന്നാലേ വെട്ടാനുള്ള അവകാശം നമുക്കുണ്ടല്ലോ. ശല്യം കൂടിയ നിനക്ക് വേണ്ടി അവളെ കൊല്ലാനും മുത്തശ്ശി മടിക്കില്ല. പക്ഷേ അതിനു മുമ്പ് നീ വേറൊരു കാര്യം ചെയ്യണം. എന്താ? രാധികയെ സഹായിക്കുന്ന ഫിദ മാഡത്തിനും ശ്യാമയ്ക്കും സിനിമാ ബന്ധങ്ങൾ ഒരുപാടുണ്ട്. അവര് വിചാരിച്ചാലേ നിന്നെ ഉയരങ്ങളിലേക്ക് കയറ്റുവാനും പറ്റും. ആദ്യം രാധികയെ, പിന്നെ ഫിദയെ നീ വിശ്വാസത്തിലെടുക്കണം. എന്നിട്ട് കിട്ടുന്ന അവസരങ്ങള് വാങ്ങിച്ചെടുക്കണം. അവള് ചത്തുപോകുന്നതിന് മുമ്പ് ആ കൂലിയെങ്കിലും നിനക്ക് കിട്ടണ്ടേ? രാധിക എന്തിനാ ഇവളെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത്? ഞാൻ വന്നത് ഫിദ മാഡത്തിനെ ഒന്ന് പരിചയപ്പെടാനാ. ഫിദയ്ക്ക് നിന്നെ നല്ല പരിചയമുണ്ടല്ലോ. അന്ന് ലൊക്കേഷനിൽ വെച്ച് നീ കാണിച്ചതൊക്കെ ഫിദ നേരിട്ട് കണ്ടതല്ലേ. അതിന് മാപ്പ് ചോദിക്കാൻ കൂടിയാ ഞാൻ വന്നത്. സ്വന്തം സഹോദരിയെ കൊല്ലാൻ ശ്രമിക്കുന്നതും കള്ളിയാക്കാൻ ശ്രമിക്കുന്നതൊക്കെ മാപ്പ് അർഹിക്കാത്ത തെറ്റാ. നീ നല്ലവളെ പോലെ നടിച്ചാലേ ഈ പാവം അത് വിശ്വസിക്കായിരിക്കും. മറ്റുള്ളവരെ അത് വിശ്വസിപ്പിക്കാനായിട്ട് ഇറങ്ങണ്ട. നീ പുറത്തു പോ. മാഡം, പ്രിയങ്കിപ്പം അങ്ങനെയൊന്നും അല്ല. അവളിപ്പം നല്ല രീതിയിൽ എന്നോട് പെരുമാറുന്നത്. അതാ ഫിദ മാഡത്തിനെ കാണുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൂടെ കൂട്ടിയേ. രാധിക, വളരെ മാന്യമായിട്ട് നടത്തുന്ന ഒരു സ്ഥാപനം ഇത്. ഇവിടെ ഞാൻ ആവശ്യമില്ലാത്ത ആളുകളെ പെർമിറ്റ് ചെയ്യില്ലെന്ന് കുട്ടിക്കറിയില്ലായിരുന്നോ? മാഡം, പ്രിയങ്ക വന്നത് ഫിദയോട് സോറി പറയാനാണത്രേ. എനിക്കൊന്നും കേൾക്കണ്ട, ഞാനത് വിശ്വസിക്കുകയില്ല. ഞാൻ ഫിദ മാഡത്തിന്റെ കാല് പിടിക്കാം. മാഡം, അന്നത്തെ സംഭവത്തിന് ശേഷം ഞാൻ ചേച്ചിയോട് അപമര്യാദയായിട്ട് പെരുമാറിയിട്ടേ ഇല്ല. ചേച്ചിയോട് ചോദിച്ചു നോക്ക്. മാഡം, അവളോട് ക്ഷമിക്കണം, എനിക്ക് വേണ്ടി. ഓക്കെ, രാധിക മോള് പറഞ്ഞതല്ലേ, ഞാനത് തള്ളിക്കളയാറില്ല. അതുകൊണ്ട് മാത്രം ഒരു തവണത്തേക്ക് ഞാൻ ക്ഷമിക്കാം. താങ്ക് യു മാഡം. പിന്നെ ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട്. ഞാൻ ഈ ബഹളവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് എനിക്ക് സിനിമയിൽ ഒന്നും ആയിത്തീരാൻ പറ്റാത്തതുകൊണ്ടാ. മാഡത്തിന് മറ്റു ഭാഷകളിലെ ഡയറക്ടർമാരെ പരിചയം ഉണ്ടാവുമല്ലോ. ആരോടെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് ശുപാർശ ചെയ്താ. എനിക്ക് അങ്ങനെ ഡയറക്ടേഴ്സിനൊന്നും പരിചയമില്ല.
ഇതാരുടെ ഫോട്ടോയാ മാഡം? അത് അത് ശ്യാമ മേഡോ, സിംഗർ. ശ്യാമ മാഡവും എന്റെ ചേച്ചിയും ഒരുപോലാണല്ലോ ഇരിക്കുന്നത്. ഓ, ചേച്ചി സിനിമയിൽ പാടിപ്പിച്ചത് ശ്യാമ മാഡം അല്ലേ? ശ്യാമ മാഡത്തിന് എന്തായാലും ഒരുപാട് ഡയറക്ടേഴ്സിനെ പരിചയം ഉണ്ടാവുമല്ലോ. ഞാൻ ചേച്ചിയും കൂട്ടി ഒരു ദിവസം ശ്യാമ മാഡത്തിന്റെ അടുത്തേക്ക് പോവാം. എന്നിട്ട് നേരിട്ട് ചാൻസ് വയ്ക്കും. എന്നാ ശരി മാഡം, ഞാൻ പോട്ടെ. പ്രിയങ്ക ഒന്ന് നിന്നേ. എന്താ മാഡം? അത് കുട്ടി ചാൻസിന്റെ കാര്യം പറഞ്ഞപ്പോ രാധികയോട് ചെയ്ത കാര്യങ്ങൾ വെച്ച് ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞതേ ഉള്ളൂ. ചാൻസ് അത് ഞാൻ ശരിയാക്കി തരാം. അതിന് ശ്യാമ മാഡത്തെ വെറുതെ ബുദ്ധിമുട്ടിക്കണം. താങ്ക് യു മാഡം. മാഡം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ ഞാൻ പിന്നെ എന്തിനാ ശ്യാമ മാഡത്തിനെ കാണാൻ പോകുന്നത്? ഞാൻ ഒരു കാരണവശാലും പോവില്ല. എങ്കിൽ കുട്ടി പോയിക്കോളൂ.